ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിയോ എയർ ഫൈബറിനെ പറ്റിയാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതൊരു യൂസർ റിവ്യൂ ഒന്നുമല്ല, ഇതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടാൽ മതി. അതായത് ഇപ്പം ജിയോ എനിക്ക് പ്രൊമോഷണലായിട്ട് ഡിവൈസസ് ഒന്നും തന്നിട്ടല്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെക്ക് ചെയ്തിട്ട് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ യൂസിനായിട്ട് ഞാൻ എടുത്ത ഒരു ഡിവൈസാണ്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, എന്തുകൊണ്ട് ഞാനിത് എടുത്തു. ഓക്കെ, സോ ഞാനിപ്പോൾ കൈൻഡ് ഓഫ് ഇത് ഡിസ്കണക്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. എന്തുകൊണ്ട്? ഓക്കെ, അതിനൊരു ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത് ആർക്കാണ് കറക്റ്റായിട്ട് ഇത് സ്യൂട്ട് ആവുക? എല്ലാ കസ്റ്റമേഴ്സിനും ഇത് സ്യൂട്ട് ആവില്ല. ഇത് ആർക്കാണ് സ്യൂട്ട് ആവുക? കൈൻഡ് ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്, റൈറ്റ്? സോ അതുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നൂലാമാലകൾ, ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സോ അതെല്ലാം ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആദ്യമായിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഇവർക്ക് 2 ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണുള്ളത് ജിയോ എയർ ഫൈബറിന്. ചിലപ്പോൾ അത് കൂടുതൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ അത്ര ഒരുപാട് നോക്കിയിട്ടില്ല. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് 30 Mbps പ്ലാനാണ്. അപ്പം 30 Mbps ഇൻ്റർനെറ്റും കിട്ടും, അതുപോലെ തന്നെ കുറച്ച് OTT പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഏതൊക്കെ OTT പ്ലാറ്റ്ഫോംസ് ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഇവരുടെ മൈ ജിയോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. സോ നമ്മൾ അത് പറഞ്ഞ സമയം കളയുന്നില്ല. കുറച്ച് OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ കിട്ടണമെങ്കിൽ ഈ 30 Mbps കിട്ടില്ല, അത് 100 Mbps പോകണം. അത് എനിക്ക് തോന്നുന്നത് 1499 കണ്ടാണ് പ്രൈസ്. ഞാൻ എടുത്തിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് 599 പ്ലാനാണ്. ഓക്കെ, അത് GST ഇല്ലാണ്ടാണ് 599 എന്ന് ഇവർ പറയുന്നത്. ഇപ്പം GST അടക്കം ഒരു 706 706 രൂപയോളമാകും. ഓക്കെ, സോ അത്രയും പൈസ നമ്മൾ മുടക്കുന്നുണ്ട്. ഒരു മാസം 30 Mbps പ്ലാൻ ഇൻ്റർനെറ്റിന് വേണ്ടി ജിയോ എയർ ഫൈബറാണ് എടുക്കുന്നതെങ്കിൽ അത്രയും പൈസ കൊടുക്കണം. അതുപോലെ തന്നെ അഡീഷണൽ OTT ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിന് സെപ്പറേറ്റ് സെറ്റ് ടോപ്പ് ബോക്സ് പോലെ ഉണ്ട്, 4K സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതൊക്കെ നല്ല കേട്ടോ. പക്ഷേ ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ്. ഇത് കൊണ്ടുവച്ച സമയത്ത് ഫസ്റ്റ് ഡേ 30 Mbps പ്ലാനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇവർ ഈ 30 Mbps കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായത് ഡൗൺലോഡ് സ്പീഡ് 30 Mbps എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട്, പക്ഷേ അപ്ലോഡ് സ്പീഡിൻ്റെ കാര്യം വരുമ്പോഴാണ് കഥ മൊത്തം തിരിയുന്നത്. ഈ ഇനീഷ്യലി കൊണ്ടുവച്ച സമയത്ത് എനിക്ക് 5 Mbps ആണ് അപ്ലോഡ് സ്പീഡ് കിട്ടിയത്. അത് അങ്ങനെ ഒരു കണക്ഷൻ എങ്ങനെയാണ് ഒരാൾക്ക് വെച്ചിട്ട് പോകാൻ പറ്റുന്നത് എനിക്കറിയില്ല. 5 Mbps കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു 2-3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഓർത്തു ഇത് വയർലെസ് ആയിട്ട് വരുന്നതല്ല, ഇമ്പ്രൂവ് ആവുമായിരിക്കും. ഓക്കെ, എയർ ഫൈബർ എന്നാണല്ലോ പറയുന്നത്, വയേഴ്സ് ഒന്നും ഇല്ലല്ലോ. സോ ഞാൻ വിചാരിച്ചത് ഓക്കെ, ഓൺ ദ ഗോ ഇമ്പ്രൂവ് ആവുമായിരിക്കും. പക്ഷെ അത് സംഭവിച്ചില്ല. സോ ഞാൻ ഇത് റേസ് ചെയ്തു, കംപ്ലൈൻറ്റ് റേസ് ചെയ്തു. പക്ഷേ കുറേ ടൈം എടുത്തു അത് പ്രോപ്പറായിട്ടൊന്ന് ഡീൽ ചെയ്ത് വരാനായിട്ട്. ലാസ്റ്റ് ഇത് ശരിയായത്, ഐ മീൻ എനിക്ക് ഇനീഷ്യലി 5 Mbps അപ്ലോഡ് സ്പീഡ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് ഒരു 25 എത്തിക്കാൻ ഒരു സമയത്ത് എനിക്ക് പറ്റി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രധാനമായിട്ടും ഈ എയർ ഫൈബറിന് 2-3 ഡിവൈസസ് ഉണ്ട്. ഒരു റിസീവർ ഉണ്ടാവും, പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു റൗട്ടർ ഉണ്ട്, പിന്നെ ഒരു പവർ സപ്ലൈ പോലൊരു ഐറ്റം ഉണ്ട്, പിന്നെ ഇതിൻ്റെ TV-യിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെപ്റ്റോ ബോക്സ് പോലൊരു ഒരു ബോക്സ് ഉണ്ട്. സോ അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാക്കിൽ കിട്ടുക. ഒറ്റ കോഡേ ഉള്ളൂ. ഈ നമ്മുടെ പണ്ടത്തെ മോഡോ റൗട്ടറും സെപ്പറേറ്റ് പവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ കോഡ് വയർ നമ്മുടെ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. സംഭവം ഒരു ലുക്ക് വൈസ് ഓക്കെയാണ്, പക്കയാണ്. നമുക്ക് വോളിൽ മൗണ്ട് ചെയ്ത് വെക്കാം, നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. ലുക്ക് വൈസ് ഒന്നും കുഴപ്പമില്ല, എസ്തെറ്റിക് ആയിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് TV-യുടെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. യൂസേജ് വൈസ് 4K എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, ഒക്കെ ഓക്കെയാണ്. സ്പീഡ് 30 Mbps മര്യാദയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ധാരാളമാണ് TV-യിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ 4K TV ആണ്, അൾട്രാ HD TV ആണ്. പക്ഷെ അതിൽ കുത്തിയിട്ടും എനിക്ക് ഭീമമായ പ്രശ്നമൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല. സ്പീഡ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, പക്ഷെ TV കാണുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു റിസീവർ മോഡലുണ്ട്, താഴെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സ്പീഡ് ഇഷ്യൂ ഞാൻ എങ്ങനെ ശരിയാക്കിയെന്ന് വെച്ചാൽ, ഇവർ വെച്ചിട്ട് പോയ ഒരു പ്ലേസ് ഉണ്ട്, റിസീവർ വെച്ചിട്ട് പോയ പ്ലേസ്.
അത് ഞാൻ കുറച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മുടെ പണ്ടത്തെ ഡിഷൊക്കെ ഇല്ലേ, ഈ ടി വിയിൽ ചാനൽ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലത്തെ ഒരു കുട പോലെ അല്ല ഇരിക്കുക, പക്ഷെ ഒരു പെട്ടിയാണ്. അത് നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പം ഞാൻ മൊബൈലിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു ഏതോ ഒരു ഡയറക്ഷനിൽ വന്നപ്പോൾ എനിക്ക് അത്യാവശ്യം സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ സ്പീഡ് ഇമ്പ്രൂവ് ആക്കി എടുത്തത്. ഓക്കെ, ടിക്കറ്റ് റേസ് ചെയ്തിട്ട് അവർ വന്ന് നോക്കിയിട്ട് പോയിട്ട് അവർക്കത് തിരിച്ചു വെച്ച് നോക്കാനുള്ള എന്തുകൊണ്ടോ അവരത് തിരിച്ചു വെച്ച് ആ റേഞ്ച് മാറ്റി നോക്കിയില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇതാണ് സ്പീഡ് വൈസ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ 25 Mbps അപ്ലോഡ് സ്പീഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ എപ്പോഴും കിട്ടില്ല. നോർമലി ഞാൻ കണ്ടേക്കുന്ന ഒരു 60 Mbps അപ്ലോഡ് ഇങ്ങനെ ഹിറ്റ് ചെയ്ത് നിൽക്കുക. ഡൗൺലോഡ് സ്പീഡ് ഓൾമോസ്റ്റ് 30 തന്നെ കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഹയർ ബ്രാൻച്ചിലോട്ട് പോകുമ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇത് 5G എങ്ങാണ്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ 5G കവറേജ് ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ഈ സാധനം മേടിച്ച് വെക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് വയേഴ്സ് ഒന്നും വലിക്കണ്ട. ഓക്കെ, റിമോട്ടായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിൽ ഈ വയേർഡ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഫൈബർ ഇല്ലാത്തത് കൊണ്ട് ഇൻ്റർനെറ്റ് എടുക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇത് കറക്റ്റ് സാധനമാണ്. പക്ഷേ ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ, നിങ്ങളുടെ വീടാണോ ഓഫീസാണോ എവിടെയാണെങ്കിലും അത് 5G നെറ്റ്വർക്ക് കവറേജിന് ഉള്ളിൽ വരണം. ഇവർ 5G എങ്ങാണ്ട് വെച്ചിട്ടാണ് ഇവർ ട്രാൻസ്മിറ്റ് റിസീവ് ചെയ്യുന്നത്. സോ 5G കവറേജ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ എത്രത്തോളം റിലയബിലിറ്റി ഈ ഡിവൈസ് തരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, കറണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാലത്തോളം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇതിന് പ്രശ്നമൊന്നുമില്ല. അതായത് ഡൗൺ ടൈംസ് ഭയങ്കര കുറവാണ്. അത് ഈ വയർലെസ് ആയതുകൊണ്ടായിരിക്കണം. കാരണം എനിക്ക് ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റെയിൽവേറിൻ്റെ ഇൻ്റർനെറ്റ് ആയിരുന്നു. ആ ഇൻ്റർനെറ്റിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ സ്പീഡൊക്കെ കറക്റ്റാണ്. ഓക്കെ, അപ്ലോഡും ഡൗൺലോഡും ഒക്കെ ഞാൻ പറയുന്ന സാധനം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 50 Mbps എടുത്താൽ 50 Mbps തന്നെ ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. ഡൗൺലോഡ് ആൻഡ് അപ്ലോഡ് കറക്റ്റ് ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പല ടൈപ്പ് ഓഫ് ഈ വയർ ബ്രേക്സ് ഉണ്ടാവും. ഇത് ത്രൂ ഒപ്റ്റിക്കൽ ഫൈബറാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ ഈ വയർ ഒരു പുതിയൊരു കണക്ഷൻ ആൾക്കാരും കൊടുക്കാൻ പോയാലോ, അല്ലെങ്കിൽ വയർ ബ്രേക്ക് ആവും, ഈ എന്തെങ്കിലും മരങ്ങളൊക്കെ വീണിട്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബർ പൊട്ടുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ അവരുടെ അവിടെ എന്തെങ്കിലും പണികൾ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ മഴയുള്ള സമയത്ത് ഇടിമിന്നലൊക്കെ വെട്ടുന്ന സമയത്ത് ഇവരത് ഓഫ് ചെയ്തിടും. സോ അന്നേരമൊക്കെ ഡൗൺ ആണ്. ഈ ഒരു എയർ ഫൈബറിന്റെ കേസിൽ അങ്ങനെ നോട്ടീസ് ചെയ്യാൻ പാകത്തിനുള്ള ഡൗൺ ടൈമുകൾ ഒന്നുമില്ല. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. സോ റിലയബിൾ ആണ്, പക്ഷെ സ്പീഡ് വൈസ് റിലയബിൾ അല്ല, അവൈലബിലിറ്റി വൈസ് റിലയബിൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പോസ്റ്റ് പെയ്ഡ് പ്ലാൻ ആയിട്ടാണ് ഇവർ പറയപ്പെടുന്നത്. ഓക്കെ, ഇത് പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്നാൽ ഇത് കറക്റ്റ് പോസ്റ്റ് പെയ്ഡിന്റെ രീതിയിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചിലരെങ്കിലും പോസ്റ്റ് പെയ്ഡ് പ്ലാൻസ് യൂസ് ചെയ്യുന്നതായിരിക്കാം. നോർമലി കണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യും, നമുക്ക് യൂസ് ചെയ്തതിന് ഇത്ര പൈസ, ഓക്കെ, അത് ടുവേർഡ്സ് ഒരു ബില്ലിംഗ് സൈക്കിൾ ഉണ്ട്. ആ സൈക്കിൾ ആകുമ്പോഴത്തേനും അതിന്റെ ബില്ല് ജനറേറ്റ് ആവും, നമ്മൾ പേ ചെയ്യും. പക്ഷെ നമ്മൾ ആ പേ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഫെബ്രുവരി മാസത്തെ ബില്ലാണ് പേ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഫെബ്രുവരി 26-നാണ് ആ ഒരു ബില്ല് ജനറേറ്റ് ആയതെങ്കിൽ അന്ന് വരെയുള്ള പൈസയാണ് നമ്മൾ ഫെബ്രുവരി 26-ന് ശേഷം വരുന്ന ബില്ലിൽ പേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഡിവൈസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ 3 മാസത്തെ അഡ്വാൻസ് എമൗണ്ട് കൊടുക്കണം. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് 4-ാമത്തെ മാസം മുതൽ ബില്ല് വരുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 മാസം അഡ്വാൻസ് ചെയ്താണ് പേയ്മെന്റ് നടത്തുക. സെയിം ജിയോയുടെ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ പരിപാടി കാണിക്കുന്നത്. പക്ഷെ എന്നാൽ പ്രീപെയ്ഡിന്റെ ബെനിഫിറ്റ് ഒട്ടും ഇല്ലതാണ്. അതായത് ഇപ്പം മൊബൈൽ ഫോൺ നമുക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്യാണ്ടിരിക്കാം. ഓക്കെ, ഇപ്പം എൻ്റെ കേസിൽ ഞാൻ രണ്ട് ഫോണ് യൂസ് ചെയ്യുന്നത് 2 സിം ഉണ്ട്. ഓക്കെ, ആ ഫോണിൽ 2 സിം ഉണ്ട്. ആ 2 സിമ്മും ജിയോടെയാണ്. സോ ഞാൻ മാറി ഓൾട്ടർനേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ചില സമയത്ത് ഞാൻ ഒരു സിം റീചാർജ് ചെയ്യും, ചില സമയത്ത് മറ്റേ സിം റീചാർജ് ചെയ്യും. അപ്പോൾ എനിക്കത് റീചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. റീചാർജ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അത് പോസ്റ്റ് പെയ്ഡ് ആയിട്ട് പറയപ്പെടുന്നുവെങ്കിലും പ്രീപെയ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ പ്രീപെയ്ഡിന്റെ ബെനിഫിറ്റ് ഇല്ല. അതിന്റെ കാരണം നമ്മൾ 1 മാസം റീചാർജ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ സാധനം ഡിസ്കണക്ട് ആവില്ല. പക്ഷെ ബില്ല് പേ ചെയ്യാണ്ട് ബില്ല് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സോ അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ഡിവൈസിനുണ്ട്. പിന്നെ ഡിവൈസിന്റെ റേഞ്ച് വൈസ് പക്കയാണ്. റേഞ്ച് എൻ്റെ ഒരു നേരത്തെ നിന്ന് ഡീലിങ്ങിൻ്റെ ആണ്. ഓക്കെ, ഡീലിങ്ങിൻ്റെ DIR 819 അങ്ങനെ എന്തോ റൗട്ടറാണ് എൻ്റെ വീട്ടിൽ
നോർമലി ഈ റെയിൽവേയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുമ്പോഴത്തേനും ഒന്നെങ്കിൽ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയൊരു റേഞ്ച് എനിക്ക് തരുന്നുണ്ട്. ഡുവൽ ബാൻഡ് വൈഫൈ തന്നെയാണ്, പക്ഷേ ഒറ്റ വൈഫൈ ആയിട്ടേ കാണിക്കുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കില്ല. അത് നോർമലി നമ്മൾ അടുത്ത് വരുമ്പോൾ 5 GHz നമ്മൾ കുറച്ച് ദൂരേക്ക് പോകുമ്പോൾ 2.4 GHz ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്തോ. സോ അതൊരു പവർഫുൾ ഡിവൈസ് തന്നെയാണ്. അത് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു 30 മീറ്ററൊക്കെ അത്യാവശ്യം ആ ദൂരെയൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഡിപ്പെൻസ്, നിങ്ങൾക്ക് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഡിപ്പെൻസ് ഓൺ ദ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് അതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് റേഞ്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്. സോ എനിക്ക് ഓൾമോസ്റ്റ് 30 മീറ്റർ വരെയോളം വലിയ കുഴപ്പമില്ലാണ്ട് ഈ സാധനത്തിൻ്റെ റേഞ്ച് അറ്റ്ലീസ്റ്റ് വൈഫൈ നെറ്റ്വർക്കിൽ കാണിക്കുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് തിങ്. എനിക്ക് തോന്നുന്നില്ല റേഞ്ച് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ഒരു 2 നില വീടൊക്കെ ആണെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു വീട്ടിലൊക്കെ ഈസി ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 നിലയിലും ഈ സാധനം എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്, വിത്തൗട്ട് റിപ്പീറ്റേഴ്സ്. ഓക്കെ, സോ അതൊരു ബെനിഫിറ്റാണ് ഇതിൻ്റെ. പിന്നെ എനിക്ക് പറയാനുള്ള കസ്റ്റമർ സപ്പോർട്ട് ഭയങ്കര വേസ്റ്റ് ആണ്. അത് ഇവരെ മാത്രമായിട്ട് ഞാൻ പറയില്ല, ഓൾമോസ്റ്റ് എല്ലാത്തിനും കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവരുടെയും കസ്റ്റമർ സപ്പോർട്ട്. സോ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡിവൈസ് ഇഷ്യൂ അല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ അത് പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങൾ ഈ ഡിവൈസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ ചിലപ്പം പെട്ടെന്ന് കൊണ്ട് റീപ്ലേസ് ചെയ്ത് തന്നേക്കാം. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, പക്ഷേ എനിക്ക് നെറ്റ്വർക്കിലായിട്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പല മൾട്ടിപ്പിൾ ടിക്കറ്റ്സ് റേസ് ചെയ്തിട്ടും ഭയങ്കര ഒരുപാട് ഇതിന് പുറകെ നടക്കണം. നമ്മളൊരു സാധാരണ ആൾക്കാർക്ക് ഇത്രയും മെനക്കെടാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കാനോ താല്പര്യമുള്ളവരായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര സ്യൂട്ടാവില്ല. വള്ളി പിടിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പോസ്റ്റ് പെയ്ഡ് അല്ലാത്ത പ്രോപ്പർ റിലയബിൾ ആയിട്ടുള്ള വേറെ പ്രൊവൈഡേഴ്സിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ജിയോ എയർ ഫൈബർ എടുക്കാണ്ടിരിക്കുക. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കേസ്, നമുക്കിപ്പം ബില്ലിംഗ് സൈക്കിള് എൻ്റേത് 26 ആണ്. ഓക്കെ, 26-ാം തീയതിയാണ് എല്ലാ മാസവും ബില്ല് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ 26-ാം തീയതി ബില്ല് ജനറേറ്റ് ആകുമ്പോൾ എനിക്കത് അടയ്ക്കാനായിട്ട് മാക്സിമം ആ മാസം എൻഡിൽ വരെ കിട്ടാറുള്ളൂ. ഒരു 4 to 5 മാക്സിമം എനിക്ക് 6 ദിവസം വരെയൊക്കെ ആ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടാറുള്ളൂ. പോസ്റ്റ് പെയ്ഡ് കണക്ഷനായിട്ടും ഭയങ്കര കുറവാണ് ആ ഒരു അടയ്ക്കുന്ന ദിവസം. ഐ മീൻ അതായിരുന്നു ടൈം സ്പാൻ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. ഒരു 10 days അറ്റ്ലീസ്റ്റ് തരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അത് ഇല്ല, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇല്ല. പിന്നെ ബില്ല് നമുക്ക് ഇമെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബില്ല് ത്രൂ ഇമെയിൽ വരും. ബില്ല് ജനറേറ്റ് ആയിട്ടുണ്ടോ നമ്മൾ എന്തായാലും അറിയും. ആ വക ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും ജിയോ ആണെങ്കിലും ജിയോ എനിക്ക് തോന്നുന്നത് ഇവർ ടെൻഡർ കൊടുത്തേക്കുക. പല ഏരിയയിലുള്ള ആൾക്കാർക്കും പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ടെൻഡർ കൊടുത്തേക്കുക. സോ നമ്മൾ കണക്ഷൻ എടുക്കുന്ന ജിയോയിൽ നിന്നാണെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് ടെൻഡർ എടുത്തിരിക്കുന്നവരുടെ റെസ്പോൺസിബിലിറ്റി ഏകദേശം കഴിഞ്ഞ മട്ടാണ്. പിന്നെ അവർക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ദേ ആർ നോട്ട് ഡയറക്ട്ലി വർക്കിംഗ് അണ്ടർ ജിയോ. സോ കുറേ ബുദ്ധിമുട്ടുകൾ അവർക്കുമുണ്ട്. അതായത് അവരുടെ കയ്യിൽ ഡിവൈസസിന് പ്രശ്നമുണ്ട്. അവർ ഈ ഫോണിലൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് തന്നെയിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടൊക്കെ പോകുന്നത്. ഫോണിൽ ജസ്റ്റ് റേഞ്ച് നോക്കുക, അല്ലാതെ പ്രോപ്പർ വേറെ എന്തെങ്കിലും ഷൂട്ടാവോ റേഞ്ച് ഉണ്ടോ അങ്ങനെ ഈ ജസ്റ്റ് ഫോൺ വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. സോ ഞാൻ എന്തുകൊണ്ടാണ് അത് കുറ്റം ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അവർ ഈ ഫോൺ വെച്ച് തന്നത് പോയതാണ് എനിക്ക്. അപ്പോൾ എനിക്ക് അപ്ലോഡ് സ്പീഡ് 5 Mbps ആയിട്ടാണ് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഏതാണ്ട് നോക്കിയിട്ട് ഏറ്റവും കിട്ടിയ റേഞ്ച്. പക്ഷെ ഞാൻ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ല, ജസ്റ്റ് സ്പീഡ് ടെസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് ജസ്റ്റ് സ്വിച്ച് ചെയ്ത സമയത്ത് എനിക്ക് അതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടി. സോ എനിക്ക് ഡസൻ മേക്സ് എനി സെൻസ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. സോ സപ്പോർട്ട് വൈസ് ഭയങ്കര മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ഒരു യൂസേജ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് ജിയോ ഹോം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൈ ജിയോയ്ക്കകത്തൂടെയും കുറേയൊക്കെ ഫീച്ചേഴ്സ് ഇവർ തരുന്നുണ്ട്. ജിയോ ഹോമിൽ നമുക്കുള്ള ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് റിയൽ ടൈം ആയിട്ട് എത്ര ഡിവൈസസ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് റൗട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡിവൈസ് മൊത്തത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡയഗ്നോസിസ് ചെയ്യാം. അതിൻ്റെ അകത്ത് പല റൂംസ് നമുക്ക് കാണിച്ചു കൊടുത്താൽ അവിടെയൊക്കെ സിഗ്നൽ വൈസ് നോക്കാം. പിന്നെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റാം. അങ്ങനെ കുറേ ഫീച്ചറൊക്കെ ഈ ആപ്ലിക്കേഷൻ ത്രൂ കിട്ടുന്നുണ്ട്. അത് എനിക്കൊരു നല്ല ഫീച്ചറായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സ്പീഡ് ടെസ്റ്റും ചെയ്യാം. സ്പീഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ
നമുക്കൊരു റിമോട്ടായിട്ട് ഇരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എറണാകുളത്താണ്. ഓക്കെ, എൻ്റെ വീട്ടിൽ എനിക്ക് എത്ര സ്പീഡ് ഇപ്പോൾ വൈഫൈക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയണം. അപ്പോൾ നമുക്ക് അത് റൗട്ടറിൽ തന്നെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ജിയോ തരുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ഒരു പരിധി വരെ യൂസ്ഫുള്ളുമാണ്. ഓക്കെ, ഞാനത് ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് സ്പീഡ് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ തോന്നില്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോണിൽ ആപ്ലിക്കേഷൻ എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇത് റിമോട്ടായിട്ട് ഇരുന്നുകൊണ്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേരൻസ് ഒക്കെയാണ് വീട്ടിലുള്ളതെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നും അറിയിക്കാതെ റിമോട്ടായിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം, പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ ധാരാളം ഫീച്ചർ വൈസ് ഈ ആപ്ലിക്കേഷൻ മോർ ദാൻ ഇനഫ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അതൊരു മറ്റുള്ള ഞാൻ കണ്ടിരിക്കുന്ന പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നുമില്ല. റൗട്ടറിന്റെ അഡ്മിൻ പേജിൽ കയറിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. സോ അങ്ങനെ ഒരു ഫീച്ചർ ഇതിനുണ്ട്. ഇപ്പം ഞാൻ റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പീഡ് എത്രത്തോളമാണ് എൻ്റെ വീട്ടിൽ കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ ഈ ഫോണ് ഞാൻ എൻ്റെ വീട്ടിലെ ജിയോയുടെ എയർ ഫൈബറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സ്പീഡ് ടെസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കിട്ടുന്ന സ്പീഡ് ടെസ്റ്റ് ഇല്ലേ, അതെടുക്കുവാണ്. നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്കിപ്പോൾ കറണ്ട്ലി കിട്ടുന്ന ഡൗൺലോഡ് സ്പീഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഞാനൊരു 4 മീറ്റർ മാറിയാണ് ഇരിക്കുന്നത്. ആ ഒരു ജിയോ എയർ ഫൈബർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 4 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് 30 Mbps 30.2 30 പറയുന്നത് 30.2 കിട്ടുന്നുണ്ട് ഡൗൺലോഡ്. ഓക്കെ, അപ്ലോഡ് 7.53. ഓക്കെ, സോ ഇവനാണ് പ്രശ്നം. ഇവൻ ഒരു പ്രശ്നമാണ്. അത് എല്ലാവർക്കും പ്രശ്നമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അപ്ലോഡ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സോ ഇതെനിക്ക് അത്ര ഷൂട്ടാവില്ല. അപ്പം ഞാൻ ഈ ഡിവൈസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പം എനിക്കത് വൈകാതെ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അതിനൊരു പ്രോസസ്സും കാര്യങ്ങളും അവർ കസ്റ്റമർ സപ്പോർട്ട് വിളിച്ച് കഴിഞ്ഞാൽ ചെയ്ത് തരും. ഒരു ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുമ്പ് വിളിച്ചാൽ മതി. ഓക്കെ, സോ എനിക്കിത് എത്രത്തോളം ഇനി ഓൺ ദ ഗോ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഞാനിപ്പോൾ ഇന്നാണ് അവർ വിളിച്ച് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്, ക്യാൻസൽ ചെയ്യാമെന്ന് പറയാൻ പോവാണ്. സോ OTT യൂസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എടുക്കാൻ പാടില്ല. ഓക്കെ, OTT പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എടുക്കാം. പക്ഷേ 30 Mbps ആണ് പിന്നെയും ഒരു പ്രൈസ് വർത്തി ആയിട്ടുള്ളത്. പക്ഷേ 30 Mbps OTT സപ്പോർട്ട് ഭയങ്കര കുറവാണ്. നെറ്റ്ഫ്ലിക്സ് ഇല്ല. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അപ്പം നെറ്റ്ഫ്ലിക്സ് ഇല്ല. പിന്നെ ചില സാധനങ്ങൾക്ക് എനിക്ക് തോന്നുന്ന പ്രീമിയം ഒക്കെ പിന്നെയും എടുക്കണം. ഓക്കെ, അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഈ സോണി ലീവ്, സി കേരളം അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിനകത്ത് ചില വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പോലും പറ്റാറില്ല. അതൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് വരുന്നതാണെങ്കിൽ കൂടി ചില സിനിമകളൊക്കെ വരുമ്പോൾ എനിക്കത് പ്രീമിയം എടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. സോ എനിക്ക് അത്ര യൂസ് ആയിട്ട് തോന്നുന്നില്ല. അത് തന്നെയാണ് എൻ്റെ പ്രശ്നം. അതായത് ഈ OTT സാധനങ്ങൾ ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്കൊരു 700 സംതിങ് രൂപ ഞാൻ പെർ മന്ത് ഈ 30 Mbps പ്ലാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്പീഡ് ഇഷ്യൂ ഉണ്ട് താനും. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റിലയബിൾ ആൻഡ് എനിക്കത്ര പ്രൈസ് വർത്തി ആയിട്ട് തോന്നുന്നില്ല ഫോർ മീ. സോ ഐ ആം ക്യാൻസലിങ് ദാറ്റ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാനൊരു 4-5 മാസമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് 4 months ആയിട്ട് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റായിട്ടും എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ഡെഫിനറ്റായിട്ടും ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റായിട്ടും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.